പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ലേഡീസ് ഫ്രോക്കും അതിന് ഒരു ഓവർകോട്ടും വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഫ്രോക്കും അതുപോലെ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഓവർകോട്ടുമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇന്ന് ഫ്രോക്ക് മാത്രം ചെയ്യുന്നത് കാണിക്കാം, ഓവർകോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രോക്ക് വരിക. ഈ ഫ്രോക്കിൽ ടോപ്പ് പാർട്ടിന് 16 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ ഫസ്റ്റ് ലെയറിന് 20 ഇഞ്ചും സെക്കൻഡ് ലെയറിന് 12 ഇഞ്ചും, അങ്ങനെ ടോട്ടൽ ഫ്രോക്ക് 48 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തുണി ഞാൻ നാലായിട്ട് ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് 16 ഇഞ്ച് ലെങ്ത്താണ് ടോപ്പിന് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 17 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോപ്പ് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിൽ ഈ ഒരു മെറ്റീരിയൽ ഞാൻ 20 ഇഞ്ച് ലെങ്ത്താണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 21 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് നമ്മൾ ഓവർകോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് ഇതിൽ നിന്ന് ഒരു 12 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ലെയറും കൂടി വരും. അത് ഞാൻ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്. ഇനി ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ടോട്ടൽ ഷോൾഡർ 15ആണ്. അതിൻ്റെ ഹാഫ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് എനിക്ക് 42 ഇഞ്ചാണ് വരിക. അതിൻ്റെ 1/4 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുത്തു. വേസ്റ്റ് റൗണ്ട് എനിക്ക് 40 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് അതും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി നമുക്കിതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെരിഞ്ഞ ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ആം ഹോളിൻ്റെ അവിടുന്ന് 1.5 ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ബാക്ക് ആം ഹോൾ വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുത്തു. അതിനുശേഷം അകത്തോട്ടേക്ക് 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടി ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് പീസ് മാറ്റിയിട്ട് ഞാൻ ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് രണ്ടായി മടക്കിയതിന് ശേഷം നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ യു നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ യു ഷേപ്പിൽ നിന്ന് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് ആ ഒരു യു ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ യു നമുക്കൊരു ക്ലോത്തിൽ
ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് വേണ്ടാത്ത ഈ ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ച് മാത്രം സൈഡിൽ ബാക്കി വെച്ചാൽ മതി. ആ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ നല്ല വശത്ത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ നെക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ആ യു ഷേപ്പിൽ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിപ്പം കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നല്ല സൂക്ഷിച്ച് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ട്സും കൂടി നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്കിത് തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് തിരിച്ചിടാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഒരു ഭാഗം ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ബാക്ക് നെക്കിൽ ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ബാക്ക് നെക്ക് ഡെപ്ത് 3 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ 3.5 ഇഞ്ച് വിഡ്ത്തും മാർക്ക് ചെയ്തിരുന്നല്ലോ, അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്ക് ഞാൻ യു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ക്യാൻവാസ് ഇല്ലാണ്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. ഇത് 2 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് നെക്കിൽ വെച്ച് നോക്കാം ഈ ഒരു പീസ് മതിയാവുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് മതിയാവും. അപ്പോൾ നമ്മൾ ആ പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ 2 അറ്റം ആ ഒരു കൂർത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് 2ആയിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ആ ക്രോസ് പീസ് നെക്കിൻ്റെ സൈഡിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ രണ്ടിൻ്റെയും അറ്റം ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് ആകുമ്പോൾ നമുക്കിങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ കർവ് ഷേപ്പൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക 2 സൈഡിലും. എന്നിട്ട് നമുക്ക് ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം 2 സൈഡും. അപ്പോൾ ഞാൻ അതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത ആ ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം അതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ കൂടി ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് നമുക്ക് അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ 2 ക്രോസ് പീസ് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത്തിലുള്ള ക്രോസ് പീസ് കിട്ടും. ആ ഒരു പീസ് നമ്മൾ നേരത്തെ ബാക്ക് നെക്കിന് റെഡിയാക്കിയ പോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ആ സൈഡിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അത് വീണ്ടും കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ബാക്ക് നെക്കിൽ എങ്ങനെയാണോ ചെയ്ത് അതേ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് നമുക്ക് മടക്കി ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ആ സ്ലീവിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം 2 സൈഡിലും നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഓപ്പണിങ്. അപ്പോൾ 2 സൈഡിലും സ്ലീവിൻ്റെ അവിടെ ഞാൻ ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് പാർട്ടിൽ ഞാൻ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ മിഡിൽ പോയിൻ്റിൽ നിന്ന് 2 സൈഡിലേക്ക് 4 ഇഞ്ചിൽ ഓരോ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം 4 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഡാർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു 2 സൈഡിലും. അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കും ലെഫ്റ്റിലോട്ടേക്കും അരയിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡാർട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 സൈഡിലും സീം അലവൻസ് 2 ഇഞ്ച് വെച്ച് കൂടുതൽ എടുത്തിനല്ലോ, അതിൽ നിന്ന് 1 ഇഞ്ച് എടുത്തിട്ടാണ് ഡാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ വരച്ച ആ ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചില്ലേ, അതിൻ്റെ സെൻറ്ററിൽ വെച്ച് മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഡാർട്ട് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തും ഇട്ട് കൊടുക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതുപോലെ 2 ഭാഗത്തും ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ഡാർട്ട് ഇട്ട് എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഡാർട്ട് നല്ല ഇട്ട് കഴിയുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ആ ടോപ്പ് കിട്ടും. ഇനി സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 21 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 34 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട് ക്ലോത്തിന്. അതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ താഴത്തെ നൂല് പതുക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബേബി ഫ്രോക്ക് ചെയ്യുമ്പോഴും ഇതേപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് താഴത്തെ നൂല് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും. അപ്പോൾ ചുരുക്കുള്ള ഫ്രോക്കൊക്കെ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ചുരുക്ക് നമ്മൾ ഈ ഒരു ടോപ്പ് പാർട്ടിൽ വെച്ച് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് ആ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ അതിന് ശേഷം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ഒരു ടോപ്പ് പാർട്ടിൽ കണക്കായി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നല്ലോണം ചുരുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ലെങ്ത്തിൽ ക്ലോത്ത് എടുത്താൽ മതി. ഞാൻ ചെറിയ ചുരുക്കേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ആ ടോപ്പ് പാർട്ടുമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2ൻ്റെ നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്ക് പീസിലും അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം താഴത്തെ ഒരു ലെയറിന് വേണ്ടി നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തത്. 1 ഇഞ്ച് സീം അലവൻസ് ആണ്. അതുപോലെ 44 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ താഴത്തെ ഭാഗം ഞാൻ ഒന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മറ്റേ പീസിൽ ഇട്ട് കൊടുത്ത അതേപോലെ ടോപ്പ് പാർട്ടിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ചുരുക്കുണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചുരുക്കുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചുരുക്ക് കറക്റ്റായിട്ടൊന്ന് ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ചുരുക്ക് താഴത്തെ പീസിൽ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചുരുക്കൊന്ന് ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഇതേപോലെ തിരിച്ചിട്ടിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസിലും അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടോപ്പ് ഈ ഒരു ഫ്രോക്ക് ഇതേപോലെ തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ സീം അലവൻസ് എടുത്തത് അതിനനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് നെക്ക് നമുക്ക് കൈവച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ഫ്രോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫൈനൽ ലുക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ഓവർകോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.